എന്റെ മോൾ എങ്ങനെയാ ഫസ്റ്റ് ഗിയർ ഇട്ടത്? ബ്രേക്ക് എവിടെ പിടിച്ചു? ബ്രേക്കിന് നിനക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം. ഞാൻ പറഞ്ഞ കേട്ടോ, അതൊരു പാഠമായിട്ട് മനസ്സിൽ വെച്ചോണം. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ബ്രേക്ക് എൻഗേജ് ചെയ്താൽ പിന്നെ മോക്ക് ബ്രേക്ക് വിടണമെങ്കിൽ ഒന്നെങ്കിൽ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് വേണം, അതായത് മൂവ്മെന്റിനായിരിക്കണം. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തിട്ട് മാത്രമേ നിനക്ക് ആ കാല് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാലിന് നിനക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ ആണ്? ആ കാല് നിനക്ക് ഫ്ലോറിൽ വെക്കണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിരിക്കണം. 1, വണ്ടി ന്യൂട്രലായിരിക്കണം. 2, ഓക്കെ, അങ്ങനെ മാത്രമേ ആ കാല് മാറ്റാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ കാല് എൻഗേജ് ആയിരിക്കും. ഫസ്റ്റ് ഗിയർ വന്നിട്ടുണ്ട്, അങ്ങനെയല്ലേ ഫസ്റ്റ് ഇട്ടെ? അപ്പൊ സെക്കൻഡ് എങ്ങനെയായിരിക്കും? ഒന്ന് വന്നേ, എന്നിട്ട് സെക്കൻഡ് എന്നിട്ട് ഓക്കെ അല്ലേ? അപ്പൊ ചുമ്മാ താഴോട്ടാണ്. ഓക്കെ, ന്യൂട്രലാക്കി കിടന്നൂടെ? ഫസ്റ്റ് ഗിയർ ഒന്നുകൂടെ ഇട്ടടാ. ഇപ്പൊ എന്റെ മോള് ന്യൂട്രലിൽ വന്നിട്ടല്ലേ സെക്കൻഡ് ഇട്ടെ? അല്ല, അതൊന്ന് സെക്കൻഡ് ഇട്ട് നോക്കി. വരട്ടെ. ഓക്കെ അല്ലേ? അല്ല, കറക്റ്റ് തന്നെ. അത് ഓട്ടോമാറ്റിക് ന്യൂട്രലിൽ വരുന്നുണ്ട്. ന്യൂട്രല് ഫസ്റ്റിലല്ലേ? ന്യൂട്രലായി. പൊസിഷൻ മാറ്റാത്തോണ്ടാ ഇങ്ങനെ തന്നെ നിക്കുന്നത്. ഇങ്ങനെ തന്നെ പിടിക്കുക. താഴോട്ട് വന്നാൽ സെക്കൻഡ് ആണത്. ഓക്കെ, ഈ ട്രാക്കിൽ കൂടെ എപ്പോ മുന്നോട്ട് പോയാ ഫസ്റ്റ് വീഴും, പുറകോട്ട് വന്നാൽ സെക്കൻഡ് ആണ്. ഇതിൽ നിന്ന് മാറിയാ മാത്രമേ ഫോർത്ത് വീഴത്തുള്ളൂ. ഓക്കെ ആണോടാ? ഫസ്റ്റ് എന്നിട്ടാ സെക്കൻഡ് ഗിയർ എന്നിട്ടാ, തേർഡ് ഗിയർ എന്നിട്ടാ, ഫോർത്ത് ഗിയർ എന്നിട്ടാ. പോകുമ്പോ ഈ ഗിയർ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതാ, ഓടിച്ചെടുക്കരുത്. അത് എന്റെ വണ്ടിയില് ഭയങ്കര പാടാണ്. ഇതും അത് തന്നെയാ. നീ ശക്തി അത്രയും കൊടുക്കണ്ട. ബലം കൊടുക്കും തോറും അത് ഹാർഡ് ആയിക്കൊണ്ടിരിക്കൂടാ. ഒന്ന് ഫസ്റ്റ് ഇട്ട് എന്റെ മോള്, സെക്കൻഡ് ഗിയർ എന്നിട്ട്, തേർഡ് ഗിയർ എന്നിട്ടാ, ഫോർത്ത് എന്നിട്ടാ. എന്നെ മോള് നോക്കിക്കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്ത. ഒന്ന് ന്യൂട്രലാക്കിക്കാൻ നോക്കാതെ അല്ലേ? ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഇട്ടടാ, കൈ ഒന്ന് മാറ്റിക്കടാ. നോക്കല്ലേ ഇവിടെ, കൈ നോക്കണ്ട. ഞാൻ കൂടെ എന്നെ നോക്കിയിരുന്നു. തേർഡ് ഗിയർ എന്നിട്ടടാ, ഫോർത്ത് ഗിയർ എന്നിട്ടടാ, ഒന്ന് സെക്കൻഡ് ആക്കിക്കടാ. ഓക്കെ, ന്യൂട്രലാക്കിക്കടാ, കൈ ഒന്ന് വിട്ടടാ. നോക്കരുത് ഇവിടെ. ഒന്ന് സെക്കൻഡ് ഗിയർ ഇട്ടടാ, കൈ വിട്ടടാ, സെക്കൻഡ് ആക്കിക്കടാ, ന്യൂട്രലാക്കിക്കടാ, കൈ വിട്ടെ. ഫസ്റ്റ് ഗിയർ ഇട്ടടാ, സെക്കൻഡ് ആക്കിക്കടാ, ന്യൂട്രലാക്കി, സെക്കൻഡ് ഇട്ടെ, തേർഡ് ഇട്ടടാ, ന്യൂട്രലാക്കി, സെക്കൻഡ് ആക്കിക്ക, തേർഡ് ഇട്ടടാ, സെക്കൻഡ് ആക്കിക്കടാ. ശക്തി പിടിച്ചാ പിന്നെ വീഴത്തില്ല. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇതുണ്ട, ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടി ഇടാവുന്ന കേസേ ഉള്ളൂ. തേർഡ് വീഴാൻ ഒരു ബലവും വേണ്ട. ന്യൂട്രല് തേർഡ്, ന്യൂട്രല് ഫോർത്ത്. സെക്കൻഡിലേക്ക് വരണമെങ്കിൽ ന്യൂട്രല് ജസ്റ്റ് പൊസിഷൻ മാത്രം മാറ്റുക, ഇടുക. മാറാതെ ഒരിക്കലും വീഴത്തില്ല. ബലം പിടിക്കും തോറും ഇത് ഇങ്ങോട്ട് മാറ്റണം വന്നെന്നിരിക്കില്ല. ചിലപ്പോ എവിടെയെങ്കിലും കയറി ലോക്കാവും. കണ്ട, അനങ്ങില്ല, ഇങ്ങനെ ലോക്കായി നിൽക്കും. അപ്പൊ ഫ്രീ ആക്കിയാലേ മാത്രമേ ഇത് വരുള്ളൂ. കൈ പോവാം. ഫസ്റ്റ് ഇട്ടു, എന്നിട്ട് പോവാം. വിട്ടു, അത് റിലീസ് ആക്കരുത്. ഓക്കെ, എന്ത് ചെയ്യണം നമുക്ക് നീങ്ങണമെങ്കിൽ? അതെ, ക്ലച്ചിലാക്ക വണ്ടി ആദ്യം. ഇപ്പൊ ചെയ്തു. ഇപ്പൊ വണ്ടി മൂവിങ്ങിന് റെഡിയായി നിൽക്കുക. ഇനി ബ്രേക്ക് ലൂസാക്ക്. കണ്ട, അങ്ങനെ എടുത്ത് ശീലിക്കാവുള്ളൂ കേട്ടാ. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാ. നമുക്ക് ഈ വണ്ടി നീങ്ങി ചെല്ലുമ്പോൾ മുന്നിൽ ആരെങ്കിലും വന്നാൽ ഇത് നിർത്താൻ പറ്റണം. തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിർത്താൻ പറ്റണം. അതിനാ ബ്രേക്കിന്റെ മേലെ കാലം ഉണ്ടാവണം. ഇപ്പൊ നോക്കിയടാ, ഈ മുന്നിൽ ആരെങ്കിലും ഉണ്ടാ, നമുക്ക് നീങ്ങാലോ. അപ്പൊ ആ കാല് മാറ്റാലോ. ബ്രേക്ക് ഒന്ന് മാറ്റി. ഇനി എന്റെ മോളെ ആക്സിലേറ്ററിൽ പോവാം. ഒരു വേഗത കിട്ടിയാ ഇനി സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കും. അപ്പൊ ബ്രേക്ക് ചവിട്ടരുതേ. ബ്രേക്കല്ല ചവിട്ടിയത്. സെക്കൻഡ് ഇടും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടടാ. വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കണേ. ഈ ഗ്യാപ്പില് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് കൊണ്ടുപോകാം. അത് സാറില്ല. ഇനി ഈ വണ്ടി നീക്കാൻ പറ്റുമോ? നിർത്തണം. നിർത്തി എന്ത് ചെയ്യണോടാ? ആക്ക്. അത് ഓഫ് ചെയ്യാൻ പോകണ്ട. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുക വണ്ടി. അത് കിടന്നെന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി എന്താ ചെയ്യാനുള്ളത്? ഇപ്പൊ രണ്ട് കാലം എൻഗേജ് അല്ലേ? ഏത് കാലം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്? റിലീസ് ചെയ്തു. ഇപ്പൊ റിലീസ് ചെയ്ത ഏത് കാലം? അത് ഏത് കാലം?
അത് എന്തുവാ അത് ഇപ്പൊ റിലീസ് ചെയ്ത എന്തുവാ? ബ്രേക്ക്. അതാണോ റിലീസ് ചെയ്യാൻ പറ്റുന്നത്? ക്ലച്ച് റിലീസ് ചെയ്യാം. ക്ലച്ച് അല്ലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, വണ്ടി ന്യൂട്രലല്ലേ. അപ്പം ബ്രേക്ക് റിലീസ് ചെയ്യാവോ? ബ്രേക്ക് റിലീസ് ചെയ്യരുത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അക്സ, ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ അക്സ ഒന്നെങ്കിൽ ഈ വണ്ടി ഹാൻഡ് ബ്രേക്ക് ആക്കി വെക്കണം, അല്ലാതെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നിരപ്പല്ലാത്തൊരു സ്ഥലമാണെങ്കിലോ അക്സ ബ്രേക്കിൽ നിന്ന് കാല് വിട്ടാൽ അപ്പൊ വണ്ടി ഉരുളാൻ തുടങ്ങും. ശരിയല്ലേ? മുന്നിലേക്ക് പോയി ചിലപ്പോൾ അതായിട്ടിടിക്കും. ബ്രേക്ക് ഓൾ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആവണം. ന്യൂട്രൽ എപ്പോൾ ആയോ അപ്പൊ ക്ലച്ചിന്റെ പരിപാടി കഴിഞ്ഞു, നമുക്കത് റിലീസ് ചെയ്യാം. വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചിന്റെ ആവശ്യമില്ല, നമുക്കത് റിലീസ് ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷെ വലത്തെ കാല് ആക്സൈഡ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ ആക്സിലേറ്ററിൽ അല്ലെങ്കിൽ ബ്രേക്കിൽ ഉണ്ടാവും. വണ്ടി ഓടുകയാണെങ്കിൽ ആക്സിലേറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കിലായിരിക്കും. ആ കാല് മാറ്റണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആവണം. ഓക്കെയാണോ? ഇപ്പൊ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടത്, ക്ലച്ച് റിലീസ് ചെയ്തിട്ടാ, റിലീസ് ചെയ്തേക്ക്. ബ്രേക്കിന് ആവശ്യമുണ്ടോടാ? വേണ്ട, അത് റിലീസ് ചെയ്തില്ലേ. നമുക്ക് ഇനി ഇവിടുന്ന് പോവാനാ. എന്ത് ചെയ്യണം ആക്സ എന്ന് പറഞ്ഞു? ആദ്യം എന്ത് ചെയ്യണം? ഇല്ല, ആദ്യം ബ്രേക്കിൽ കൊണ്ടുപോകണം. ഓക്കെ, ഇനി ക്ലച്ച് ചവിട്ടണം. ചവിട്ടിക്കോ, ഇനി ക്ലച്ച് ചവിട്ടണം. ചവിട്ടിയില്ല. ഇനി ഗിയർ ഇട്, ഗിയർ ഇട ആദ്യം. ബ്രേക്ക് എപ്പോ ചവിട്ടിയോ അപ്പൊ നമുക്കിത് റിലീസ് ചെയ്യാം. എങ്കിലും ഗിയർ ഇട്ടോ. ഗിയർ വീഴുന്നില്ലെങ്കിൽ അതിനർത്ഥം ക്ലച്ച് ഫുൾ ആയില്ലെന്നാണ്. കണ്ടാ, ഇത്തിരി ബാലൻസ് ഇല്ലായിരുന്നു. ഇനി ഇത് എൻഗേജ് ആക്കട, ഓഫ് ചെയ്തേരും. പോവാ നമുക്ക് നേരത്തെ പോലെ. ക്ലച്ചിൽ വണ്ടി കുറച്ച് റിലീസ് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് തോന്നുന്ന സ്ഥലത്ത് വെച്ച് ബ്രേക്ക് റിലീസ് ചെയ്തു. ബ്രേക്ക് ലൂസ് ആക്കി എന്നിട്ട് 1 ഗിയർ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. വേണ്ട, അത് റിലീസ് ആക്കരുത്. ബ്രേക്ക് ലൂസ് ആക്കാത്തോണ്ടാണ് നീങ്ങാത്തത്. ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോടാ? അത് മാറ്റി ആക്സിലേറ്ററിൽ പോകും. വണ്ടിക്ക് ഒരു മിനിമം വേഗത എടുക്കും. ആയാ? ഇത് മതിയാ? ഇത് മതിയാ? നോക്ക് എന്ത് തോന്നുന്നു? ഈ സ്പീഡ് മതിയാ അടുത്ത ഗിയറിടാൻ? പോരാ. ഇപ്പോളാ? ഇല്ല, മാറിക്കോ. മാറ്റ്, എന്നിട്ട് സെക്കൻഡ് ഇടും. പോട്ടെ. ക്ലച്ച് വിട്ട് കളയരുത്. എന്തുകൊണ്ടായിരിക്കും വണ്ടി ഇപ്പൊ വിറച്ചെന്ന് മനസ്സിലായ? അല്ല, മറ്റേ വണ്ടി വന്നാൽ എങ്ങനെയാ വിറയ്ക്കുന്നതാടാ? മോള ആ സമയത്ത് ബ്രേക്ക് കാല് കൊണ്ടുവന്നു. നമ്മൾ സ്പീഡ് കൊടുത്തിട്ട് അടുത്ത ഗിയർ ഇടാൻ പോണേ. അപ്പൊ നീ ബ്രേക്ക് എങ്ങോട്ടാ പോണ്ടേ? പോട്ടെ, റൈറ്റ് ഇൻഡിക്കേറ്റർ. ഇവിടെ എന്തൊക്കെ ചെയ്യണോടാ? എന്റെ മോള് പറ. ബ്രേക്ക് സപ്പോർട്ട് ചെയ്യും, വണ്ടിയുടെ വേഗത കുറയ്ക്കും. കുറഞ്ഞു. ഇനി പയ്യെ നീങ്ങട്ടെ. നമുക്ക് കാണാൻ പറ്റുന്ന ഏതാ? ഇടതുവശമാണ്. ഇടതുവശത്തേക്ക് ഈ വണ്ടി എത്തിച്ചോണ്ടിരിക്കും. ഓട്ടോയിൽ തട്ടാതെ ഈ വണ്ടി അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുക, ആ റോഡിലേക്ക്. തിരിഞ്ഞാല് എത്തുള്ളൂ അങ്ങോട്ട്, അല്ലെങ്കിൽ ഓട്ടോക്ക് ഇടിക്കും. തിരിച്ചില്ല എൻ്റെ മോള്. ഓക്കെ ആണോ? കാലെടുത്തോണ്ട് ഓടരുത്, അതുപോലെ നേരെയാക്കി കൊണ്ടുപോടാം. ഒരു കുഴപ്പമില്ല. ഇതാണോ ഓടിക്കാറിയില്ലെന്ന്? ഓടിക്കാറില്ല എന്റെ മോള് ഇത് ചെയ്യോടാ. ഇവിടെ ഞാൻ നിന്നെ സഹായിച്ച, സത്യം പറ. നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ചെയ്തിട്ടില്ലെന്ന്. എങ്ങോട്ടാ പോണ്ട? നേരെയല്ലേ? ചെറിയ കുഴി ഉണ്ടായിരുന്നു. ഇനി നീങ്ങാലോ. ക്ലച്ച് ഫ്രീ ആക്കണം. ഇനി പയ്യ ആക്സിലേറ്ററിൽ പോടാ. ആക്സിലേറ്റർ അങ്ങോട്ട്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. അല്ലെങ്കിൽ അവരെല്ലാം പോവും, നമ്മളിവിടെ നിൽക്കും. കുറേശ്ശെ അങ്ങോട്ട് നീക്കി വയ്ക്കും. കണ്ടാ? പിന്നെ നീങ്ങട്ടെ. ബ്രേക്ക് ഫ്രീ ആക്കാം. അങ്ങനെ കിട്ടിയ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെച്ചോണം.
അല്ല കേറി നിൽക്കാൻ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്ത ഒരാൾ കയറും. നട്ടുപിള്ളറാൻ തന്നെ കണ്ട നീ അത് ചെയ്തുകൊണ്ടല്ലേ ഇതടുത്ത കാറുകാരെയും കൊണ്ട് കയറി വരും കണ്ട. നീ ആ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അത് ഫില്ല് ചെയ്ത് വെക്കണം. എനിക്കറിഞ്ഞോട്ടാ കേൾക്കുമ്പോ എന്ത് ചെയ്യണം പൊന്നെ? അപ്പൊ ചെയ്യടാ. നീ എന്തിനാ എന്നോട് ചോദിച്ചത്? എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. മര്യാദ കിട്ടതായിരുന്നു. പിന്നെ ഊരി എടുത്ത് നോക്കി പോട്ടെ. കുഴപ്പമില്ല, നല്ലതാണ്. കാണാൻ പറ്റൂടാ. അതുവരെ നീ വെയിറ്റ് ചെയ്യും. നിനക്ക് കാണാവുന്ന സ്ഥലത്തൂടെ വണ്ടിയെ കൊണ്ടുപോകും. അല്ലാതെ എത്തി നോക്കരുത് കേട്ടാ. പോയി അവിടെ ഇട്ട് തിരിച്ചപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞ വലത്തോട്ട് എത്തി നോക്കരുതെന്ന്. നിർത്തി ഉടനെ ചെയ്യേണ്ട ജോലി ചെയ്ത് വെക്കും. അത് മറന്നു പോരുത്. ആ എന്നിട്ട് റെഡിയാക്കി നിർത്തി പോവാൻ. അവര് മൂവ് ചെയ്താൽ നിനക്കും മൂവ് ചെയ്യണം. ബൈ ചാൻസ് ഓഫായി പോയാൽ ന്യൂട്രലാക്കരുത്. ക്ലച്ച് ഔട്ട് സ്റ്റാർട്ട് ചെയ്താണ്. ചുമ്മാല്ല, ഇത് നിന്റെ നേർക്ക് ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതാ എനിക്ക് തണുപ്പ് കിട്ടുന്നില്ല. ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. പോട്ടെ ബ്രേക്ക് ഔട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. ആ പോട്ടെ ഒരിഞ്ഞ് നോക്കാടാ പൊന്നെ. സ്റ്റാർട്ട് ചെയ്യും. പോട്ടെ ബ്രേക്ക് ഔട്ട് ഹാഫ് ക്ലച്ച് ആക്കണം. മതി കണ്ടാ. നീ വെറുതെ പേടിച്ചിട്ടല്ലേ ഇത്ര ഓഫായത്. നീങ്ങുന്നില്ല. ഓഫായാൽ എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയാം. നീ ടെൻഷൻ ആയാൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലച്ച് ബ്രേക്ക് നിർത്തിക്കൊള്ളു. സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങോട്ട് മാറ്റിക്കൊള്ളു. തിരിക്കടാ ഇങ്ങോട്ട്. ഇത്തിരി മുന്നോട്ട് കയറും. ബോഡിക്ക് മുന്നോട്ട് കയറും. ക്ലച്ച് ഇത്തിരി ഫ്രീ ആകും. ഇതിലൂടെ ബ്രേക്ക് വിട്ടോളൂ. ഒന്നുമില്ല നീ പേടിക്കുന്നത്. അവിടെ നീ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു സ്ഥലത്ത് നിനക്ക് സൂക്ഷിച്ച് നീ മിന്തിയെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ നീ ഫസ്റ്റ് ചൂസ് ചെയ്യണം. ബാക്കി എല്ലായിടത്തും നിനക്ക് സെക്കൻഡ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർത്തിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് നിന്റെ വേഗത കുറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. നിനക്ക് തേർഡിൽ പോകാൻ വണ്ടി കൊണ്ട് സെക്കൻഡിലും പോവാം. സെക്കൻഡിൽ പോകുമ്പോൾ പക്ഷേ കുറച്ചുകൂടെ റാഷായിട്ടായിരിക്കും വണ്ടി നീങ്ങാൻ പോകുന്നത്. കാരണം നല്ല വേഗത്തിൽ വന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊന്ന് കുറഞ്ഞു വേഗത. അപ്പം അത് വണ്ടിക്ക് കേടാണ്. അടുത്ത ഗിയർ തട്ടുക. അതെന്റെ മുഖം അറിയുന്നില്ല എപ്പോൾ ഗിയർ മാറണമെന്ന്. സീരിയസ് ആയിട്ട് പറ. ഉടായി പറക്കരുത്. എനിക്ക് അത്ര വിശ്വാസം ഇല്ല. അത് ഇല്ല, അത് ഞാൻ വിശ്വസിക്കില്ല. പോട്ടെ. ഒന്ന് സ്ലോ ചെയ്ത് ചെറുതായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടാ നീ സ്ലോ ചെയ്തത്. ഓക്കെ, നമുക്ക് പോവാ ഇവിടുന്ന്. പോട്ടെ. വണ്ടി വിറയ്ക്കുന്നതാണ്ടാ. ഇതിപ്പോ എന്ത് ചെയ്യണം നീ? എന്ത് ചെയ്യണം? എന്റെ മോള് പറ. അല്ല, എന്തുകൊണ്ടായിരിക്കും ഇത് വിറയ്ക്കുന്നത്? അല്ല, ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി വിറയ്ക്കും. നീ വേഗത കുറച്ച്. നാലാമത്തെ ഗിയറിൽ പോയ വണ്ടിയുടെ വേഗത നീ കുറച്ച്. ഇവിടെ കിട്ടിയാണ്. അപ്പൊ നീ ഒരു ഗിയർ മൈനസ് ചെയ്ത് കൊടുക്കണം. അല്ല, നിനക്ക് ഫിഫ്ത്ത് ഗിയറിലും പോവാം. നിന്റെ പൊന്നിത് കാണാൻ പടം പഠിക്കാൻ ശ്രമിക്കുക. നടക്കല്ല മോളെ. നിന്നൊരു വഴിക്കാക്കിയിട്ടേ ഇവിടുന്ന് വിടത്തുള്ളൂ ഞാൻ. സ്പീഡ് വിടും വണ്ടിക്ക്. ഓക്കെ, സ്ലോ ചെയ്തടാ. സ്ലോ ചെയ്യും. ഫോർത്ത് ഗിയറിൽ ഓടാൻ പറ്റുന്നത് 30+ സ്പീഡ് വേണം നിനക്ക്. ഓക്കെ, സ്ലോ ചെയ്യടാ. ആ ബ്രേക്കിൽ കൊണ്ടുപോവാം. എന്താ വണ്ടി വിറയ്ക്കാൻ തുടങ്ങി. അതിനർത്ഥം ആ ഗിയറിന്റെ ലിമിറ്റ് കടന്നു പോയിന്നാ. പിടി കിട്ടിയാ പിന്നെ ആ ഗിയറിൽ വണ്ടിക്ക് പോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്ക്. ആ പൈപ്പിന്റെ കുഴി ഒന്നുമല്ല. കണ്ടാ ഇപ്പൊ സൈലന്റ് ആയ വണ്ടി. വിറവല് മാറിയാ. പോട്ടെ. അപ്പൊ വണ്ടി വിറച്ചാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പിടി കിട്ടിയ വണ്ടി വിറയ്ക്കുന്ന അതിനാണ്. എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല, എന്റെ ലിമിറ്റ് കടന്നു പോയി, അതാണ് അതിനർത്ഥം.
പിടി കിട്ടിയാ അതിന് സ്പീഡ് കൊടുക്ക്. ഇനി വണ്ടിയുടെ ഒച്ച ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ, നീ സ്പീഡ് കൊടുക്ക്. വണ്ടിയുടെ ഒച്ച വെളിയിൽ നീ കേൾക്കാൻ തുടങ്ങിയ അതിനർത്ഥം എന്ന് വെച്ചാൽ ആ ഗിയറിന്റെ മാക്സിമത്തിൽ നീ എത്തിക്കുന്ന. അപ്പൊ പ്ലസ് ചെയ്യണം. ഇപ്പൊ മനസ്സിലായ അപ്പൊ ഡൗൺ ചെയ്യുന്നു. ഇത് കാണാപ്പാടം പഠിക്കരുത്, സിറ്റുവേഷൻ അനുസരിച്ച് നീ ചെയ്തോണോ ഇത്. എവിടെ ചെല്ലും? ചേട്ടനെ മുന്നേ ഇരുത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു കേട്ടോ മിക്കവാറും കുളം വരെ. വണ്ടി ഉണ്ടേ ചാടാൻ പോകുന്നു. രക്ഷപ്പെട്ട്. ഇത് തട്ടാരമ്പലാണ് അവിടെ. അപ്പൊ ലെഫ്റ്റ് എടുക്കും. എന്ത് ചെയ്യണം അവിടെ മുന്നേ? അവിടെ നീ ഏത് ഗിയറിലാണ് വരുന്നത്? അവിടെ നീ സ്ലോ ചെയ്യേണ്ടി വരുവാ, ഉറപ്പല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ കുറക്കി ഇവിടെ വെച്ച് ഓട്ടോ പോയ വഴിക്ക് റൈറ്റ് അങ്ങോട്ടെ. ബ്രേക്കിൽ വണ്ടി പൊളിക്കും നമ്മളില്ലെങ്കിൽ. ഇവിടെ ഇൻഡിക്കേറ്റർ പോട്ടെ, നീങ്ങട്ടെ. മുന്നിൽ പോയി കറങ്ങി വന്നാൽ മതി. ക്ലച്ച് വിട്ട് കളയരുത്, അങ്ങനെ കാലേ വെച്ചോണം. ബ്രേക്ക് സപ്പോർട്ട് ചെയ്യും. പട്ടം കിടക്കരുത്. ഫസ്റ്റ് ഇട് മകളെ, ഫസ്റ്റ് ഇട്. നിന്നെ പാനിക് ആക്കാനാ ഞാൻ ചെയ്തത്. പിടി കിട്ടിയാ പോട്ടെ. എനിക്ക് ഈ വണ്ടി നിയന്ത്രിക്കാന്ന് ഉറപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നേരെയാക്കി വാടാ. നീ എന്തിനാണ് അവരെ നോക്കിയിരിക്കുന്നത്? നിനക്ക് പോകേണ്ട വഴി നോക്കി വണ്ടി എടുത്തോണ്ട് പോടാ. ലെറ്റ്സ് ഗോ. ഞാൻ എവിടെയെങ്കിലും ചെല്ലട്ട്. അമ്പുണ്ട് പോട്ടെ. ഉച്ച കേൾക്കുന്ന കേട്ടാ വണ്ടിയുടെ. മറന്നു പോരുത് കേട്ടാ. പോട്ടെ. ഓക്കെയാണോ? ആ വണ്ടിയുടെ ഒച്ച പുറത്ത് കേൾക്കാൻ തുടങ്ങുമ്പോൾ നീ ഇവിടെ റെസ്പോണ്ട് ചെയ്തോണം. അല്ലാതെ അതങ്ങ് മാക്സിമം ആക്കിയിട്ടല്ല പിന്നെയും ചെയ്യേണ്ടത്. ഇപ്പൊ നോക്ക്, വയലന്റ് ആകാൻ തുടങ്ങിയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ മാറും. പിന്നെ സ്പീഡ് കൂട്ടാൻ നോക്കരുത്. അപ്പൊ ഗിയർ ചേഞ്ച് ചെയ്തേക്ക്. ഓട്ടെ, നീങ്ങട്ടെ. ഇപ്പോഴും നോക്ക്. സീരിയസ് ആയിട്ട് മനസ്സിലായിട്ട് തന്നെയാണ് അത്. ചുമ്മാ നീ ഞാൻ പറയുന്ന കേട്ടിട്ട് പോകുന്നതാണ്. അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ബ്രേക്കിൽ കൊണ്ടുപോകാം. സ്ലോ ചെയ്താൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എടുക്കും. വെള്ളം പിടിച്ചാൽ വീഴൂല്ല. പോട്ടെ. സ്പീഡ് കൊടുക്കും. എന്തുകൊണ്ടായിരിക്കും അവിടെ നമ്മൾ ഫസ്റ്റ് ഇടേണ്ടി വന്നു? സ്ലോ ആക്കിയോണ്ടല്ല, വണ്ടി നീ നിർത്തിയത് കൊണ്ടാണ്. സെക്കൻഡ് ഇട്ടാൽ മതിയായിരുന്നു അവിടെ, പക്ഷെ നീ നിർത്തി കളഞ്ഞു വണ്ടി ബ്രേക്ക് ചെയ്ത്. ഓക്കെ, വണ്ടിക്ക് എപ്പം മൂവ്മെന്റ് ഇല്ലാതായാലും ഫസ്റ്റ് ഗിയർ വരണം. ഓട്ടോറിക്ഷ അപ്പൊ മാറ്റി. പിന്നെ ഗിരിഗിരിപ്പം കൂട്ടാൻ ക്ലച്ച് ചവിട്ടിട്ട് സെക്കൻഡ് ഇട്ടു. കണ്ടോ? പോട്ടെ. ആ വണ്ടിക്ക് വേണ്ടി എന്റെ മോള് സ്ലോ ചെയ്തു ബ്രേക്കില്. അപ്പൊ നീ എന്ത് ചെയ്യണമായിരുന്നു? സെക്കൻഡ് ഇട്ടോണം. എന്നിട്ട് നിനക്ക് പിന്നെയും പോകാം. നീ നിർത്തി പോയാ ഫസ്റ്റ് ഗിയർ ഇടണം. ഗിരിഗിരിപ്പുണ്ടല്ലോ, മാറും. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ സ്ലോ ചെയ്താൽ എന്ത് പറ്റും? കുറയ്ക്കപ്പം കണ്ട വിറയ്ക്കുന്ന കണ്ട. അത് തന്നെ. നീങ്ങട്ടെ. വണ്ടി സ്റ്റോപ്പ് ചെയ്യാഞ്ഞത് കൊണ്ടാണ് സെക്കൻഡ് ഇട്ട് പോയത്. സ്റ്റോപ്പ് ചെയ്ത് പോയിരുന്നെങ്കിൽ അത്രേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഗിയർ ചൂസ് ചെയ്യുന്ന എല്ലാ സാഹചര്യത്തിലും നിനക്ക് സെക്കൻഡിലും പോവാം. സ്റ്റോപ്പ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതായത് ബിലോ വരെ പോവാൻ നിനക്ക് 0 വരെ അടുപ്പിക്കാം വണ്ടിയെ സ്പീഡ് കുറച്ച്. സെക്കൻഡ് ഗിയറിൽ അത് മാച്ച് ചെയ്തോളും. വണ്ടി സ്റ്റോപ്പ് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ.
ഉത്സവം വല്ല നടക്കുന്നുണ്ടോടാ? ഇവിടെ ഇവിടെ ആ ചെണ്ടകൊട്ടുന്ന വെച്ചാ കേൾക്കുന്നു. ആ ഇവിടെ നെഞ്ചിടിക്കുന്ന വെച്ചാ ഇവിടത്തെ വെച്ച് അല്ലല്ല ചങ്കിടിക്കുന്ന വെച്ചാ കേൾക്കുന്നത്. ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടോന്ന് നോക്കിയാ. ഇല്ലേ? പേടിച്ചിട്ടാ എന്റെ കുഞ്ഞ് പേടിച്ചിട്ടാ ഇത് വരുന്നത്. എനിക്ക് അറിഞ്ഞൂടെ പിന്നെ കൊന്നല്ലേ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് അറിയാനേ മേലത് നല്ല പറ്റിയ എന്തിന് എന്തിനാടാ നീ ബ്രേക്ക് തൊട്ടില്ലല്ലോ പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? ഞാൻ ഇതെല്ലാം നിന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുക. 1 മണിക്കൂർ ഞാൻ നിന്നെ പരീക്ഷിക്കും. അത് കഴിഞ്ഞിട്ടേ നീ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പിടികിട്ടിയാ? എനിക്കിപ്പോഴും അറിയില്ല നിന്നെ പറ്റി. നമ്മളിപ്പോ കാണുക രണ്ടുപേരും, ശരിയല്ലേ? എനിക്ക് അറിയണ്ട നീ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നീ ചെയ്യുമോ ഇല്ലെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ നിന്നെ ചുമ്മാ ജംഗ്ഷനിലിട്ട് വട്ടാക്കിയത്. അതെ പോട്ടെ, ലെറ്റ്സ് ഗോ. അതിനെന്താ നമ്മൾ ഇറങ്ങി നീന്തണ്ട, വണ്ടി പൊക്കോളൂ, ടയറേ പൊട്ടുള്ളൂ. പോട്ടെ, വെള്ളമാണ് ഇത്ര വെള്ളം. അവിടെ വെച്ചാണോ തിരിക്കണ്ടേ? അതെ അതെ, ആ വീതിയുള്ള സ്ഥലം എന്റെ മോളെടുത്ത്. അപ്പൊ ആ സ്ഥലം എടുത്തോ നീ ധൈര്യമായിട്ട്. ഇവിടെ ഒതുക്ക്, മാക്സിമം ഇടത്തോട്ട് ഒതുക്ക്. ഇനി ബ്രേക്ക് ചെയ്യണം. നിക്കട്ടെ നിക്കട്ടാ. ഓക്കെ, വണ്ടി നിർത്ത. ഈ സ്ഥലം കണ്ടല്ലോ, അവിടെ ഇട്ട് നമുക്ക് തിരിക്കണം വണ്ടി. തിരിഞ്ഞു വരുവോ ഇത്? നിന്റെ ലക്ഷ്യം വെച്ചിട്ട് ഇത് ഒറ്റയടിക്ക് തിരിഞ്ഞു വരുവാ? ഇല്ല, ഉറപ്പല്ലേ? അയാള് തിരിയുന്ന കണ്ട ഒറ്റയടിക്ക് കിട്ടിയില്ല. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കാം. നോക്കിക്കോ, അയാൾ എന്താ ചെയ്യുന്നത് നോക്ക്. കണ്ട പുറകോട്ട് വന്ന്. ഓക്കെ, പുറകോട്ട് പോവാൻ പറ്റുന്ന അത്രയും മാത്രം അയാൾ പോയി. കണ്ട, ഇനി വീണ്ടും പുറകോട്ട് എടുത്ത് വരും. അതെ, എങ്ങനെ എത്ര പേര് വിട്ടിട്ടുണ്ടെന്ന് അറിയാവോ ഫ്രണ്ടില്? കണ്ട, അയാൾ തിരിഞ്ഞു വന്ന കണ്ടല്ലോ. അതുപോലെ നമുക്കും പോണം. കമോൺ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇട്. ഇനി എന്ത് ചെയ്യണം എന്റെ മോള്? വണ്ടി വിട്ടു കൊടുക്കരുത്, തിരിക്കണം. ആദ്യം തിരിക്കും. ഓക്കെ, ഇനി അയാളൊന്ന് പോയിക്കോട്ടെ. ഇത് നീ റൈറ്റിലേക്ക് തിരിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി കറങ്ങി ഇങ്ങോട്ട് വരും. മുന്നിൽ എവിടം വരെ പോവാമോ അവിടെ കൊണ്ട് നിർത്തിയേക്കണം വണ്ടി. പുറകിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കടാ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാ. അതിന് വണ്ടിയെ വിട്ടു കൊടുക്കും മുന്നിലേക്ക്. പുറകിന്ന് വണ്ടി ഉണ്ടോ എന്ന് വീണ്ടും നോക്കും. ഇല്ല, അപ്പൊ റേഞ്ച് റോവറിന്റെ കാശ് ആര് കൊടുക്കും? ഓട്ടെ. അതാ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് വണ്ടിക്ക്. ബ്രേക്ക് ഫ്രീ ആണ്. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായ? ബ്രേക്ക് ഒന്ന് വിടാഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റ് ഗിയറിൽ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അതുപോലെ കയറ്റി വയ്ക്കും മുന്നിലേക്ക്. പുറകിന്ന് വണ്ടി ഉണ്ടോ നോക്കും. കുഞ്ഞിനെ കണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്കടാ, ക്ലച്ച് ഇത്തിരി ഫ്രീ ആക്കടാ. കുറച്ചുകൂടെ കയറ്റി വയ്ക്കും. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യണം എൻ്റെ മോള്? ഇനി എന്ത് ചെയ്യണം? ഒന്നുകൂടെ ബലത്തിലിടും. ആ അതെ. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അല്ല പിന്നെ വലത്തോട്ട് തിരിച്ച വണ്ടി അങ്ങോട്ട് തിരിക്കണം. ആ, ഫുള്ള് തിരിക്കും. തിരിച്ചാ? ആ, പോവല്ലേ? അയാള് പോയിക്കോട്ടെ, അത്യാവശ്യക്കാരന്. വെറുതെ പോയതാ. കമോൺ. എവിടെ നോക്കണം എന്റെ മോള്? ഇവിടെ ഈ മിററിൽ. ഇങ്ങോട്ടാ ചരിയാൻ പോണത് വണ്ടി. ഇപ്പൊ ബാ, ഇവിടെ നോക്കണം, അവിടെ നോക്കണം. ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്കണം. ക്ലച്ച് ഔട്ട്. ആ, പിന്നെയും വിട്ടു കൊടുക്കണം. പിന്നെയും ബ്രേക്ക് വേണം. പോരെ? രണ്ട് സൈഡും നോക്കാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നോക്ക, ഫ്രണ്ട് കിട്ടിയോ നോക്കിയാ പോരെ? നിനക്ക് ഫ്രണ്ട് എപ്പോ കിട്ടുന്നോ അത്രയും കൊണ്ടുപോയാൽ മതി ബാക്കിലേക്ക്. ഇനി ഡ്രൈവ് ഇടും. അല്ല, ഫസ്റ്റ് ഇടും. ഓക്കെ, എങ്ങോട്ട് തിരിയണം? തിരിക്കും. എന്തുകൊണ്ടാ തിരിച്ചിട്ട് വണ്ടി എടുക്കുന്നതെന്ന് മനസ്സിലായ? എന്തായിരിക്കും? സ്പേസ് കുറവായത് കൊണ്ടാ. ഇതിപ്പോ ഒരു വൈഡായിട്ടൊരു സ്ഥലമാണെങ്കിൽ നീ തിരിക്കുമൊന്നും വേണ്ട, ഫ്രണ്ട് എടുക്കുമ്പോൾ തിരിച്ചാൽ മതി വണ്ടിയെ. നമുക്ക് അത്രയും സ്ഥലം കിട്ടൂല ഇവിടെ. ഒന്ന് രണ്ടും നമുക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല.
അപ്പൊ നമുക്കെല്ലാം അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോ തിരിയുമ്പോഴത്തേക്ക് നിനക്ക് അറിയാം ഈ വണ്ടി ഇങ്ങോട്ടേ വരുവുള്ളെന്ന് അറിയാം. അപ്പൊ പോട്ടെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എപ്പോ കിട്ടുന്നു അപ്പം വണ്ടി നിവർത്തി എടുക്കണം. ഓക്കെ ആണോ? ലോറി ഇരിക്കുന്ന പോലെ എന്റെ കുഞ്ഞു കിടന്നിട്ടിരിക്കുന്നത്. ഒന്നുമില്ല, പമ്പരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി. എന്താന്ന് മനസ്സിലായ? വലത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ശരിയല്ലേ? ഇടതുവശം വന്നാൽ നീ അറിഞ്ഞില്ല, നടുക്കായിന്ന് മനസ്സിലായപ്പോ നീ ലെഫ്റ്റിലോട്ട് തിരിച്ചു. പോട്ടെ, വന്ന വഴി തിരിച്ചു പോണം. ഓക്കെ, കുതിരപ്പുറത്ത് പോയ പോലെ ഉണ്ട്. പോട്ടെ, ഈ അക്സ കയറിയപ്പോ തൊട്ട് ഈ വണ്ടിയുടെ കൂളിങ്ങും പോയി. അതുവരെ കൂളിംഗ് ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. നല്ല പറ്റൂലടാ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്റെ മോള്. എന്നിട്ട് നീ മിററിൽ കൂടെ നോക്ക്, കുറച്ച് കാണാം. കണ്ടാ? അങ്ങനെ അങ്ങനെ കടന്നു കണ്ടാ? അല്ലാതെ കാണാൻ പറ്റൂല. അല്ലെങ്കിൽ നീ അവിടെ നിർത്തിയിട്ട് തലയിട്ട് നോക്കണം. ഞാൻ പറയുന്നില്ല, സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്തോണം. ഇനി ഈ ഒരു സെറ്റിൽ പോയാൽ അപ്പൊ ഓഫായി പോകൂടാ, അല്ലെങ്കിൽ വണ്ടി വിറയ്ക്കും കിടന്നു. ഇവിടെ കിട്ടിയാ നീ പേടിച്ചിട്ടല്ലേ ഇത് കൊളവാക്കിയത്? വല്ല കാര്യമുണ്ടോ? ഇനിയും വരും വഴി കേട്ടാ, ഒന്നുകൂടെ വരും. വെയിറ്റ് ചെയ്തു നീങ്ങട്ടെ. ഒന്ന് നീ പേടിച്ചാ പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റാതായി പോകും. പേടിക്കരുത്, പോട്ടെ. കഴിഞ്ഞിട്ട് എൻ്റെ മോക്ക് സേഫ് എന്ന് തോന്നുന്നൊരു സ്ഥലത്ത് ഈ വണ്ടി ഒതുക്കി നിർത്തണം. ഓക്കെ, പ്ലാൻ ചെയ്തേ നിർത്താവുള്ളൂ. ഒറ്റയടിക്ക് നിർത്തി കളയരുത്. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടോണം. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് നിനക്ക് എവിടെ നിർത്താൻ തോന്നുന്നോ അവിടെ കൊണ്ട് നിർത്തിക്കോണം. കറക്റ്റായിട്ട് അയാളുടെ ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് തന്നെ നിർത്തി കൊടുത്തു. അവിടെ നിർത്താവാ? ഫസ്റ്റ് ഇട്. സൂക്കടാ, എന്താണ് ചൂടെടുക്കുന്ന? ചൂടെടുക്കുന്നു, വിയർക്കുന്നു. ഇടതുവശത്തൂടെ ഈ വണ്ടിയെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോണം. അവിടെ നിന്ന് വിമാനം വന്നാലും നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടുത്തെ സ്ഥലമാണ് കാണേണ്ടത്. ഇവിടെ സ്പേസ് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ വണ്ടിയെ ഇങ്ങോട്ട് തള്ളി കൊടുത്തോണം. ഇവിടെ ഇല്ലെന്ന് തോന്നിയാൽ ഇവിടുന്ന് മാറി മാറി നിന്നോണം. എനിക്കറിയില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ. പഠിപ്പിക്കാനല്ലേ അറിയാവുള്ളൂ. ഓടിക്കുന്ന നീയല്ലേ. എന്തിനാടാ വണ്ടി താഴെ പോകണം? അത് അത്രയും ആലോചിച്ചെടുത്തിട്ടല്ലേ. എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? പോട്ടെ, സൗണ്ട് കേൾക്കുന്നതിലാണ് അത് വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നതിലാണ്. വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ ഓപ്പൺ അല്ലേ? അപ്പൊ എന്റെ മോള് സ്ലോ ചെയ്യേണ്ട കാര്യമായിരുന്നു അവിടെ. അപ്പോഴല്ലേ ഡൗൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. സ്ലോ ചെയ്യാനാണെങ്കിലല്ലേ നീ ഡൗൺ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ. ഇനി വേണ്ട, നിനക്ക് വൈബ്രേഷൻ വരുമ്പോൾ ഡൗൺ ചെയ്യണമെന്ന് തോന്നിയാൽ നീ ഡൗൺ ചെയ്തോ. ചോദിക്കണ്ട എന്നോട്. ഓക്കെ, എന്നോട് ചോദിക്കണ്ട. നിനക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും. മാറിയില്ലേ? കറക്റ്റ് അല്ലേ?